തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക അങ്ങയച്ചൂഴുമൊരായിരമോർമ്മകൾ അങ്ങയച്ചൂഴുമൊരായിരമോർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ ബന്ധുരാ ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ യാത്രയിൽ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളെ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സുകുമാർക്കക്കാട് എഴുതിയ വരികളാണ്. ഹൃദയത്തിലേക്ക് സ്വർഗത്തെ ബന്ധിച്ചു കൊടുത്തു. പരസ്പരം തമ്മിലടിക്കാൻ നിസ്സാരമായ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു അറേബ്യയിലെ ജനങ്ങൾക്ക്. ഫിലിപ്പ് കെ ഹിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് അറബ് രേഖപ്പെടുത്തുന്നത് കാണാം. ഒരൊട്ടകം പരിധി ലംഘിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന പാരമ്പര്യം അക്കാലത്തുണ്ടായിരുന്നു. ഒരൊട്ടകം മറ്റൊരാളിന്റെ വീടിന്റെ വേലി കടന്നു എന്നതിന്റെ പേരിലാണ് 100 കൊല്ലങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങൾക്ക് തുടക്കമാകുന്നത്. തലമുറകളോളം നീണ്ടുനിന്ന കുടിപ്പകകൾക്ക് കാരണമാകുന്നത്. അവിടെയാണ് മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ വില എന്താണ്, മനുഷ്യജീവന്റെ വില എന്താണ് എന്ന് പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പരസ്പരം പോരടിച്ച് ഏതെങ്കിലും നിസാരമായ കാരണങ്ങളുടെ പേരിൽ ഹോമിക്കപ്പെടാനുള്ള ജീവിതമല്ല മനുഷ്യന്റേത് എന്ന തിരിച്ചറിവിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയാണ്. ഗോത്രപ്പകയുടെ പേരിൽ, കുടിപ്പകയുടെ പേരിൽ, ഏതെങ്കിലും വിദ്വേഷങ്ങളുടെ പേരിൽ പരസ്പരം ഹോമിക്കാനുള്ള ജീവിതമല്ല മനുഷ്യർക്കുള്ളത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ലോക ചരിത്രത്തിലെ അത്യുജ്വലമായ ഒരു പ്രഖ്യാപനമാണത്. ഓ മനുഷ്യരെ, നിങ്ങളൊരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ്. അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരം ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ടാകണം. കാരണം അറേബ്യ മനുഷ്യരേകരാണ് എന്ന് ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അറേബ്യയിലെ ജനങ്ങൾ ഗോത്രമഹിമയുടെ പേരിൽ, അതുപോലെ അടിമക്കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്ന മനുഷ്യർ അവരുടെ അവകാശങ്ങളെ പലരും ഹനിക്കുന്ന കാലത്താണ്. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു മാതാവിൽ നിന്നുള്ളവരാണ്, നിങ്ങളെല്ലാവരും ഒരു പിതാവിൽ നിന്നുള്ളവരാണ്, നിങ്ങളെല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും പുത്രന്മാരും പുത്രിമാരുമാണ്, സന്താനങ്ങളാണ് എന്ന ഏകത്വത്തിന്റെ മഹിതമായ ആശയത്തെ പരിശുദ്ധമായ ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ആ ആശയം പറയുക എന്നുള്ളത്, പ്രാവർത്തികമാക്കുക എന്നുള്ളത്, അതിന്റെ മനോഹരമായ മൂല്യങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമായിരുന്നില്ല. കാരണം അറേബ്യയിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം തങ്ങൾ ഇന്ന ഗോത്രത്തിലുള്ളവർ, തൊലി വെളുത്തവർ, കറുത്തവർ, അതുപോലെ ഇന്നാലിന്ന ജോലികളുമായി ബന്ധപ്പെട്ടവർ ഏതെല്ലാം മേഖലകളിൽ വിയോജിക്കാൻ കഴിയുമോ ആ മേഖലകളിലൊക്കെയും വിയോജിക്കുകയും അറബികൾ ഉന്നത കുലജാതരാണ് എന്ന് കരുതുകയും അല്ലാത്ത മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങൾ പോലും ധ്വംസിക്കപ്പെടുകയും ചെയ്ത കാലത്താണ്. ഓ മനുഷ്യരെ, നിങ്ങളൊന്നാണ്, നിങ്ങളുടെ മാതാവും പിതാവും ഒന്നാണ്, നിങ്ങളൊരു മാതാവിന്റെയും പിതാവിന്റെയും സന്താനങ്ങളാണ് എന്ന പവിത്രമായ ആശയം പെയ്തിറങ്ങുന്നത്. ആ ആശയത്തിന്റെ അങ്ങേ തല നോക്കൂ. ഉക്കാല് ചന്തയിൽ ചങ്ങലക്കിട്ടുകൊണ്ടുവന്ന അടിമയിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറയാം, ഓ മനുഷ്യരെ, ആ ചങ്ങലക്കിട്ടു നിൽക്കുന്ന അടിമയായ മനുഷ്യനില്ലേ, അവനും നീയും ഒരേ പിതാവിന്റെയും മാതാവിന്റെയും
മാതാവിന്റെയും സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. ഓ മനുഷ്യരെ, നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ നിങ്ങൾ പലപ്പോഴും എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ മറന്നുപോകുന്ന ചില ജന്മങ്ങളില്ലേ, അവരെല്ലാം നിങ്ങളുടെ സഹോദരങ്ങളാണ്. എത്ര വലിയ സാഹോദര്യത്തിന്റെ പ്രഖ്യാപനമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ നടത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപനമല്ലേ ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. പരസ്പരം വിഘടിച്ചു പോകാൻ ആശയങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യരുടെ കാലത്താണ് നമ്മളുള്ളത്. നീയും ഞാനും വ്യത്യസ്ത മതങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ, രാജ്യങ്ങളിൽ ഏതെല്ലാം തരത്തിൽ വിയോജിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ അവയെല്ലാം കണ്ടെത്തി ചികഞ്ഞ് അതിലൂടെ മനുഷ്യൻ പരസ്പരം കൈവിട്ടു പോകുന്ന കാലത്ത് ആശയത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, എല്ലാം ആദമിൽ നിന്നാണ്. ആദമോ മണ്ണിൽ നിന്നാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അങ്ങാടിയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുസൽമാനും ക്രിസ്ത്യാനിയും ഹൈന്ദവനും അതുപോലെ മതമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം നമ്മുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉണ്ടാകാം. ആശയപരമായി, മതപരമായി, ജാതിപരമായി, സാമൂഹികപരമായി നമ്മുടെ ഇടയിൽ തന്നെ മുളപൊട്ടിയ വിവിധങ്ങളായ വൈവിധ്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. ആ വൈവിധ്യങ്ങളെയൊക്കെയും മാറ്റിവെച്ച് ഈ ആശയതലത്തിന്റെ മേലെ നിന്നാലോചിച്ചു നോക്കൂ. ഓ സഹോദര, നീയും ഞാനും ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. ഞാനും നീയും ഒരമ്മ പെറ്റ മക്കളാണ്. ഒരു ഉമ്മയുടെ പരമ്പരയിൽ, ഒരു വാപ്പയുടെ പരമ്പരയിൽ, ഒരു പിതാവിന്റെയും മാതാവിന്റെയും പുത്രന്മാരായി പിറന്നു വീണവരാണ് എന്ന മഹിതമായ ഈ ആശയം നമ്മുടെ ഉള്ളു തൊടാനുള്ള ആശയമാണ്. പരസ്പരം കൊല്ലാൻ ആയുധമെടുക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഹൃദയത്തിൽ തോന്നിയത് ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ കൂടപ്പിറപ്പാണ്. എന്റെ ഉമ്മയുടെ ഉദരത്തിൽ ജനിച്ചതല്ലെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണി ചെന്നു ചേരുന്നത് ഒരു പിതാവിലേക്കാണ്, ഒരു മാതാവിലേക്കാണ്. ഈ മഹിതമായ സന്ദേശത്തെയാണ് ലോകത്തിന്റെ മുമ്പിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു മാതൃക കാണിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ ലോകതലത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യർ, അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അത് ആഫ്രിക്കക്കാരനാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും മറ്റേത് രാജ്യക്കാരനാണെങ്കിലും യൂറോപ്യനാണെങ്കിലും ഏത് സ്ഥലത്തുള്ളവനാണെങ്കിലും അവരെല്ലാം ഒരു തെരുവിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ. അവരുടെ ഇടയിൽ ചിലപ്പോൾ സാമൂഹികമായ ചില വേർതിരിവുകൾ വന്നേക്കാം. അതിനുമപ്പുറം നിങ്ങൾ എന്റെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെയും സഹോദരനാണ്. ഈ തെരുവിൽ കാണുന്നതെല്ലാം എന്റെ സഹോദരങ്ങൾ, ഈ തെരുവിൽ കാണുന്നതെല്ലാം എന്റെ സഹോദരിമാർ, ഈ തെരുവിൽ കാണുന്നതൊക്കെയും എന്റെ പിതാവിന്റെയും മാതാവിന്റെയും മക്കൾ. ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഈ ലോകം വരുന്നതെങ്കിൽ എത്ര മനോഹരമാണ് ഈ ലോകം. അപ്പോൾ പ്രിയപ്പെട്ട ഒരുവന്റെ ജീവനെ ഹോമിക്കാൻ, ആയുധമെടുക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ട കൂടപ്പിറപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല. അവന്റെ മാനത്തിന് വില പറയാൻ കഴിയുകയില്ല, അഭിമാനത്തിന് വിലയിടാൻ കഴിയുകയില്ല. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണെന്ന ചിന്തയിലേക്ക് എല്ലാം ചെന്നു ചേരുന്ന ഇടം കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. മനുഷ്യാവകാശത്തിന്റെ മഹിതമായ പ്രഖ്യാപനമാണ് 6-ാം നൂറ്റാണ്ടിൽ പവിത്രമായ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത്. ആ മനോഹരമായ ആശയത്തിലേക്ക് ലോകം എത്തിച്ചേരേണ്ടതുണ്ട്. നമുക്ക് ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെയോ അതിനപ്പുറം മനുഷ്യനാണ് എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരാൻ, പരസ്പരം വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്, എന്റെ സഹോദരനാണ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനാണ് ആ വെളിച്ചം നമ്മെ വിളിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മനുഷ്യരെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവിടുന്ന് എല്ലാവരോടും അനുവർത്തിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി നമുക്കെല്ലാവർക്കുമുള്ള പാഠമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് എക്സലന്റ് എക്സംപ്ലറിയാണ്. ഏതു കാര്യത്തിനും നിങ്ങൾക്ക് പ്രവാചക ജീവിതത്തെ പഠന വിധേയമാക്കിയാൽ പരിഹാരങ്ങൾ ലഭിക്കാനുണ്ട്. ഏതു വിധേനയും നിങ്ങൾ ആ പ്രവാചക ജീവിതത്തെ സമീപിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായ ചില മാതൃകകളുണ്ട്. ആ മാതൃകകൾ ഓരോന്നും സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾ നോക്കൂ, എപ്പോഴാണ് നമുക്ക് പ്രവാചകരെ മാറ്റി നിർത്താൻ കഴിയുക? ലോകത്തെ വ്യത്യസ്ത
വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ, വിവിധങ്ങളായ ദിനങ്ങളായി നമ്മൾ ആചരിക്കാറില്ലേ? മാതൃദിനമായി ഒരു ദിവസം ആചരിക്കാറുണ്ട്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നല്ലേ പ്രവാചക വാക്യമുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് പറയാനുള്ള മാതൃകയുണ്ട്. കാലങ്ങളേറെ കഴിഞ്ഞ് തന്റെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു വൈകാരികമായ രംഗമുണ്ട്. അനുയായി വൃന്ദത്തിന്റെ ഇടയിലിരിക്കുന്ന നേതാവാണ്, തന്റെ പോറ്റുമ്മയാണ് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ഉമ്മയുടെ വരവ് കണ്ട ഉടനെ അനുയായികളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, ഉമ്മി എന്ന് വിളിച്ചുകൊണ്ട്, ഉമ്മി ഉമ്മി എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ മേൽത്തട്ടം വിരിച്ചിട്ടുകൊണ്ട് അവിടെ ഇരിക്കൂ ഉമ്മ എന്ന് പറഞ്ഞ് സ്നേഹമസൃണമായ സംഭാഷണങ്ങളിലൂടെ ആ ഉമ്മയുടെ കൈ പിടിക്കുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ അവർ മറവ് ചെയ്യപ്പെട്ട അബവായിലൂടെ കടന്നു പോകുന്ന സമയത്ത് അനുയായി വൃന്ദത്തോട് പ്രവാചകർ പറയുന്നുണ്ട്, ഒരല്പനേരം നിങ്ങളൊന്ന് നിൽക്കുമോ? ഒരല്പനേരം നിങ്ങളൊന്ന് ക്ഷമിക്കുമോ? ഞാൻ എൻ്റെ ഉമ്മയുടെ അരികിൽ പോയിട്ട് വരാം, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബറിന്റെ ചാര പോയിട്ട് വരാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാമത്തെ വയസ്സിൽ അവിടുന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ ചാരത്തേക്ക് പോവുകയാണ്. നിറകണ്ണുകളോടെ നിൽക്കുകയാണ്, തിരിച്ചു വരികയാണ്. പഠിക്കാൻ എത്ര പാഠങ്ങളാണുള്ളത്. പ്രവാചക പ്രഭോ, ഞാൻ അങ്ങയുടെ കൂടെ ധർമ്മയുദ്ധത്തിന് വരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ടൊരു സ്വഹാബി വരുന്നു. അങ്ങയുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ് നബിയെ, ധർമ്മയുദ്ധത്തിന് വേണ്ടി ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ പ്രവാചകരുടെ പാഠം വരുന്നു. വീട്ടിൽ ഉമ്മയുണ്ടോ? വീട്ടിൽ ഉമ്മയുണ്ടോ? വീട്ടിൽ വാപ്പയുണ്ടോ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? എന്നാൽ മടങ്ങിപ്പോകൂ. പോരാട്ടക്കളത്തിലിറങ്ങി വാള് പിടിച്ച് പോരാടി സമരം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു പ്രതിഫലം നിന്റെ വീട്ടിലുള്ള ഉമ്മയ്ക്ക് ഖിദ്മ ചെയ്താൽ നിനക്ക് കിട്ടുമെന്ന് പഠിപ്പിച്ചു തരുകയാണ് പ്രവാചകരുടെ അധ്യാപനം. തിരിച്ചു പോയിക്കോളൂ. വീട്ടിൽ ചെന്ന് നിന്റെ മാതാവിന് വേണ്ടത് ചെയ്തു കൊടുക്കൂ, പിതാവിന് വേണ്ടത് ചെയ്തു കൊടുക്കൂ, അവരെ പരിപാലിക്കൂ. ആയുധമണിഞ്ഞ് സമരക്കളത്തിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ വലിയ പ്രതിഫലം സ്വന്തം വീടുകളിലുണ്ട് എന്ന വലിയ പഠനം അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുകയാണ്, പറഞ്ഞു തിരിച്ചയക്കുകയാണ്. ഇനിയും നോക്കൂ, പിതാവിനെ കുറിച്ച് പറയാനാണെങ്കിലോ ലോക പിതൃദിനം ആചരിക്കുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ അവിടെയും പ്രവാചകർക്ക് പറയാൻ പാഠങ്ങളുണ്ട്. പിതാവ് സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച കവാടമാണ്. നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന നിങ്ങളുടെ കൈകളിലുള്ള സമ്പത്തിൽ അവകാശമുള്ളയാളാണ്. അവരുടെ മഹിമ വലുതാണ് എന്ന് പറഞ്ഞു തരാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് ഏതെല്ലാം ദിവസങ്ങളുണ്ട് എന്നാലോചിച്ചു നോക്കൂ. ആ ദിവസങ്ങളോടൊക്കെയും ചേർന്നു നിൽക്കുന്ന ഒരു പ്രവാചക അധ്യാപനം വായിക്കാതെ നിങ്ങൾ പോവുകയില്ല. ഏതു ദിവസമാകട്ടെ, ലോക ഫാമിലി ദിവസമാണെങ്കിലും, ലോക യുദ്ധവിരുദ്ധ ദിനമാണെങ്കിലും, ലോകത്തെ ഏതെങ്കിലും ലോക പരിസ്ഥിതി ദിനമാണെങ്കിലും, ഏത് ദിവസമാകട്ടെ, ആ ദിവസങ്ങളിലൊക്കെ പറയാൻ പ്രവാചക ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങളുണ്ട്. അത്ര മനോഹരമായ അധ്യാപനങ്ങൾ, സമൂഹത്തിന്റെ നാനാതുറകളെയും സ്പർശിക്കുന്ന മനോഹരമായ ജീവിതമാണ് പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അവിടെ നിന്ന് വീണ്ടും നമുക്ക് പറയാനില്ലേ, ലോകം ഇന്ന് വളരെയേറെ ആശങ്കപ്പെടുന്ന സമയമാണ്. ജനങ്ങളുടെ മാനസിക ആരോഗ്യം തകർന്നു തുടങ്ങുന്ന സമയം, മനസ്സിന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന സങ്കടങ്ങൾ, ഡിപ്രഷനുകൾ, ഒരുപാട് പ്രയാസങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ ഇടയിൽ ഒന്ന് പുഞ്ചിരിക്കൂ എന്ന്, പരസ്പരം നിങ്ങളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കൂ എന്ന് ലോകം നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. ഓരോ മനുഷ്യനും ഇന്ന് പുകഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കനല് കത്തി നടക്കുന്ന, ഉള്ളു കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പ് പോലെയാണ്. ഓരോ മനുഷ്യരുടെ ഉള്ളിലും ആളിക്കത്തുന്ന സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അവരിടപെടുന്ന വിഷയങ്ങളുണ്ട്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ അവരുടെ ഉള്ളിൽ ഒരാശ്വാസം വന്നു വീണാലോ, ഒരു സന്തോഷത്തിന്റെ തെളിനീരുണ്ടായാലോ, അവരുടെ ഹൃദയത്തിനൊരു വെളിച്ചം കിട്ടിയാലോ, അവിടെ നിന്ന് നമ്മൾ പിന്നിലേക്ക് വായിച്ചു നോക്കൂ. 1500 കൊല്ലങ്ങൾക്ക്
ദിവസങ്ങൾക്കപ്പുറം പഠിപ്പിക്കുന്ന ഒരു പാഠമില്ലേ? നിങ്ങളുടെ സഹോദരന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചിരിക്കുന്ന ചിരി അത് സ്വതക്കയാണെന്ന്, ധർമ്മമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കൂ എന്ന് ലോകം നമ്മോട് ആവശ്യപ്പെടുന്ന കാലത്ത് ഒന്ന് പുഞ്ചിരിക്കൂ, ഉള്ളിലുള്ള കനൽ കെട്ടുപോകട്ടെ എന്ന് ലോകം പറയുന്ന കാലത്ത് അടുത്തു നിൽക്കുന്നവന്റെ ഉള്ളു തണുപ്പിക്കാൻ പാകത്തിൽ നീയൊന്ന് പുഞ്ചിരിച്ചാൽ നിന്റെ റബ്ബ് നിനക്കതിന് പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ എത്ര പാഠങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് അവതരിപ്പിക്കാനുള്ളത്, ഓരോ ദിവസവും നമുക്ക് പറയാനുള്ളത്. പ്രവാചക ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദാഹരിക്കാനും പറയാനും അവിടുത്തെ മെസ്സേജുകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും ഓരോ ദിവസങ്ങളിലും ലോകത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട്. നാം എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാർഹിക പീഡനങ്ങൾ അധികരിച്ച ഒരു കാലത്താണുള്ളത്. എത്ര കുട്ടികളാണ്, പെൺകുട്ടികളാണ് ഈ അടുത്ത സമയങ്ങളിൽ ലോകത്ത് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന പ്രയാസം അനുഭവിച്ചതിന്റെ പേരിൽ അവരുടെ ജീവൻ ഒടുക്കിക്കളഞ്ഞത്. 20 വയസ്സുള്ള, 21 വയസ്സുള്ള അല്ലെങ്കിൽ അതിലേറെ പ്രായമുള്ള പല സ്ത്രീകളും വീടിന്റെ ഉള്ളുകളിൽ കിടന്ന് നീറിപ്പുകഞ്ഞ് അവസാനം അവരുടെ ജീവിതത്തിന്റെ ഫൈനൽ എക്സിറ്റ് തെരഞ്ഞെടുത്തതിന്റെ കാഴ്ചകൾ എല്ലാ മതങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുകയല്ലേ, എല്ലാ സമുദായങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുകയല്ലേ, ഞെട്ടറ്റു വീഴുന്ന കുടുംബ ബന്ധങ്ങൾ വായിക്കുകയല്ലേ. ഭർത്താവിനെ സഹിക്കാൻ കഴിയാതെ, കുടുംബ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാതെ ജീവിതത്തിൽ നിന്നൊളിച്ചോടുന്ന മനുഷ്യരെ കുറിച്ച് നാം ദിവസേന വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അവിടെയല്ലേ നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ നന്നായി പെരുമാറുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് ചോദിക്കാൻ പടച്ചവനുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ നന്മ പുലർത്തുമ്പോഴാണ് നിങ്ങളിൽ ഏറ്റവും നല്ലയാളാണ്. ആ നല്ലയാൾ ആരാണ്? ഖൈറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു തരുകയാണ് ആരാണ് ബെസ്റ്റ് ഓഫ് യു. നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ, നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ നല്ല വസ്ത്രം ധരിക്കുന്നയാളല്ല, നല്ല സംഭാഷണം നടത്തുന്നയാളല്ല, തെരുവീഥികളിലേക്ക് കടന്നു വരുമ്പോ നല്ല മനോഹരമായ സുഗന്ധം പൊഴിക്കുന്ന ആളല്ല. നിങ്ങളിലെ ഏറ്റവും നല്ലയാൾ ഖൈറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളുടെ വീടിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക്, നിങ്ങളുടെ സഹധർമ്മിണിമാർക്ക്, നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവർക്ക്, ആ സ്ത്രീകൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണോ, അവർക്ക് നിങ്ങൾ നല്ലവനാണോ, നിങ്ങളാണ് നല്ലവൻ. അവർക്ക് നിങ്ങൾ മോശമാണോ, നിങ്ങളുടെ ഈ ഭൗതികമായ ജാടകൾക്കപ്പുറം നിങ്ങളൊന്നുമല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന ജീവിത പാഠങ്ങളല്ലേ ഇതെല്ലാം. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക, അവരോട് നീതി പുലർത്തുക, അവരോട് സ്നേഹത്തോടെ വർത്തിക്കുക, അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുക, അവരെ നിങ്ങൾ ആഹരിക്കുമ്പോൾ അവരെയും ആഹരിപ്പിക്കുക. എത്ര മനോഹരമാണ് കുടുംബജീവിതത്തിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ തുറന്നിട്ടു തരുകയാണ്. ഓ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ലോകത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരത്തെല്ലാം ആ പ്രവാചകരിൽ നമുക്ക് വലിയ പാഠമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രവാചകരിൽ പാഠമില്ലാത്ത ഒരു വിഷയവും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. എല്ലാ നിലയിലും നമുക്ക് ചെന്നു കാണാനുള്ള, നോക്കി മനസ്സിലാക്കാനുള്ള മനോഹരമായി തെളിഞ്ഞുകിടക്കുന്ന നീരുറവ പോലെയുള്ള ജീവിതമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അതിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. ആ ജീവിതാധ്യാപനങ്ങളെ നമ്മുടെ ജീവിതമായി സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ വിശ്വാസികളായി മാറുന്നത്. അവിടുത്തെ പിൻപറ്റുമ്പോഴാണ് വിജയികളായി മാറുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകരെയും അള്ളാഹുവിനെയും നിങ്ങൾ പിൻപറ്റുന്നവരായി മാറൂ, അത് നിങ്ങൾക്ക് വലിയ വിജയം
വിജയം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ വചനം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രവാചകരെ പിന്തുടരുമ്പോഴാണ് എന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുമ്പോഴാണ് എന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കാറില്ലേ? വീണ്ടും ഒരു ലോകം അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങളൊക്കെയും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞതുപോലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ആശ്വാസകരമായ ഒരു വിധി വന്നിട്ടുണ്ട്. ആ ചർച്ചകൾ തന്നെ നമ്മളൊന്ന് പരതി നോക്കൂ. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമൂഹത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, അവർക്ക് അവകാശപ്പെട്ടതും മുൻഗാമികൾ നീക്കിവെച്ചതുമായ വസ്തുക്കൾ, അവയൊക്കെയും ഏതൊക്കെയോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പതിച്ചു കൊടുക്കുവാനുള്ള ശ്രമമാണ് നമുക്ക് പുതിയ ബില്ലുകളായി അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ആ ബില്ലുകളിൽ കോടതി മനോഹരമായൊരു വിധി എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടെ ആ നീതികേടിന്റെ മുമ്പിൽ നമ്മൾ ചരിത്രത്തെ വെച്ച് വായിച്ചു നോക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. മദീനയിൽ ജൂതന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, ക്രൈസ്തവരായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കിടയിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? മനോഹരമായ ഒരു ചരിത്രം ലോകം പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകർ മദീനയിലേക്ക് കടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജീവിക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരായ ആളുകളും അവരുടെ ഗോത്രങ്ങളും ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരും അവരുമായി ബന്ധപ്പെട്ടുള്ള ചലനങ്ങളും, അവർക്കിടയിൽ പ്രവാചകർ ഒരു രഞ്ജിപ്പുണ്ടാക്കുകയാണ്, ഒരു ഒത്തുതീർപ്പിലെത്തിച്ചേരുകയാണ്. മദീന ചാർട്ടർ ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായ ആദ്യത്തെ ഭരണഘടന എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമുക്ക് ഈ ദേശത്തൊന്നിച്ചു കഴിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ് ഈ മദീനയിൽ ജൂതന്മാരായ നിങ്ങൾക്കും ക്രൈസ്തവരായ നിങ്ങൾക്കും മുസ്ലിങ്ങളായ ഞങ്ങൾക്കും ഒന്നിച്ചു കഴിയാം. നമുക്ക് സാഹോദര്യത്തോടെ ജീവിക്കാം. ആരെങ്കിലും നമ്മെ ആക്രമിക്കാൻ വരുന്നുവെങ്കിൽ നമുക്കൊന്നിച്ചവരെ നേരിടാം. അത് നമുക്കൊന്നായി ചേർന്നു നിന്നുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്ന ശത്രുക്കളെ പടികടത്താമെന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനമെഴുതുകയാണ്. പരസ്പരം കലഹങ്ങൾ വേണ്ട, പ്രശ്നങ്ങൾ വേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾ ഉണ്ടാകേണ്ടതില്ല. ഇങ്ങനെ നീണ്ടുകിടക്കുന്ന മനോഹരമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയാണ്. നാം ആലോചിച്ചു നോക്കൂ, മുസ്ലിം സമുദായത്തിന് മറ്റേതെങ്കിലും സമൂഹങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? തീർച്ചയായുമില്ല. ലോകത്തെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോവുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രചാരകരായ സ്വഹാബിമാർ അവർ ഈ പാഠങ്ങളെ ഉൾക്കൊണ്ടവരാണ്. അവർ ചെന്ന ദേശങ്ങളിലൊക്കെയും മനുഷ്യരെ അവർ കൂട്ടിപ്പിടിച്ചവരാണ്. മാലിക് ഇബ്നു ദീനാർ നമ്മുടെ രാജ്യത്തേക്ക് പ്രബോധനത്തിന് വന്നവരാണ്. അവരായുധമണിഞ്ഞ് കലാപം നടത്തിയതിന്റെ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ലോകതലത്തിൽ വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് പോയ മനുഷ്യർ അവരൊക്കെയും പകർത്തിയ പാഠങ്ങൾ അത് മദീനയുടെ പാഠമാണ്. നമുക്കൊന്നിച്ചു കഴിയാം. ഈ സ്ഥലത്ത് നമുക്കൊന്നായി ജീവിക്കാം. നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ അതിനെയെല്ലാം തുരത്തുന്നതിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാമെന്നുള്ള വലിയ സന്ദേശം പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ചാർട്ടറിലൂടെ, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് വരികയാണ്. പ്രവാചകർ വഫാത്താകുമ്പോൾ ലോകത്തുനിന്ന് വിട പറയുന്ന നേരത്ത് പ്രവാചകരുടെ പടയങ്കി ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കുവാനാണ്, ജൂതനായ ഒരു മനുഷ്യൻ, മദീനയിലെ ന്യൂനപക്ഷമായ ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ പ്രവാചകരുടെ പടയങ്കി പണയത്തിലാണ്. അതെന്റെ മദീനയിൽ മുസ്ലിങ്ങളിൽ സമ്പന്നരായ ആളുകളില്ലാത്തത് കൊണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ളവർ, അവിടെ ഉണ്ടായിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെയുള്ളവർ, അവിടെ ഉണ്ടായിരുന്നല്ലോ
സാമ്പത്തികമായി വലിയ മേന്മയുള്ള പലരും റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. എന്നാൽ അവരുമായിട്ടല്ല പ്രവാചകരുടെ ഡീൽ. അവിടെയുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായ ജൂതന്മാരായ ആളുകൾ. നേരെ തിരിച്ചും ചിന്തിച്ചു നോക്കൂ. മുസ്ലിങ്ങളുടെ നേതാവിന്റെ പടയങ്കി പണയത്തിൽ സ്വീകരിക്കാൻ അവിടെയുള്ള ജൂതന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല, ഒരു ഭയവും ഉണ്ടായിരുന്നില്ല, ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തിരിച്ചു കിട്ടുമോ, ഇതിന്റെ പണം തിരിച്ചു ചോദിക്കാൻ എനിക്ക് കഴിയുമോ? അത് മുസ്ലിങ്ങളുടെ നേതാവാണല്ലോ. അവരുടെ പൗരപ്രമുഖരായ നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതിയിലുള്ളവർ. അവരിൽ നിന്ന് ഞാൻ കടമായി എന്തെങ്കിലും സ്വീകരിച്ചാൽ പിന്നീട് എനിക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ ജൂതനായ മനുഷ്യന് അവസരമുണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം ഇത് നീതിയുടെ പ്രവാചകനാണ്, ഇത് ന്യായത്തിന്റെ പ്രവാചകനാണ്. ഈ പ്രവാചകനുമായി ഒരു കരാറിലെത്തിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നാളെ ഈ പൈസ നഷ്ടപ്പെടുമെന്ന ഭയം എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് അവിടുന്ന് വഫാത്താകുന്ന നേരത്ത് പോലും അവിടുത്തെ പടയങ്കി ജൂതനായ ഒരു മനുഷ്യന്റെ പക്കലുണ്ടായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ച മനോഹരമായ മാതൃകകൾ അങ്ങനെയായിരുന്നല്ലോ. അബൂ സുഫിയാൻ കടുത്ത വിരോധിയായിരുന്നല്ലോ. ആദ്യകാലത്ത് ആ അബൂ സുഫിയാനെ എത്രയിടത്താണ് ചരിത്രത്തിൽ പരിഗണിച്ചിട്ടുള്ളത്? അബൂ സുഫിയാന്റെ വിഷമങ്ങളിൽ എത്രയിടത്താണ് പ്രവാചകർ പരിഹാരം പറയുന്നത്, അബൂ സുഫിയാന് വേണ്ട സഹായങ്ങളെ ചെയ്തു കൊടുക്കുന്നത്? ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠമുണ്ട്. ആ പ്രവാചകൻ സഹിഷ്ണുതയുടെ നേതാവായിരുന്നു, സ്നേഹത്തിന്റെ നേതാവായിരുന്നു, പരസ്പരം യോജിപ്പിന്റെ നേതാവായിരുന്നു, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കരുണ വിതറിയ നേതാവായിരുന്നു. അതുകൊണ്ടാണ് ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് വിളിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി ചാകുന്നവനും എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനരായ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനമാണ്. വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ, വർഗീയതയിലേക്ക് വിളിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മനോഹരമായ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറം മാനുഷികമായ പരിഗണനകളുടെ വലിയ ലോകമാണ് പരിശുദ്ധമായ ഇസ്ലാം അവിടെ തുറന്നിട്ടു കാണിച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ലോകത്തിനുള്ള പാഠങ്ങളാണിതെല്ലാം. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അങ്ങനെയാണല്ലോ. പല സ്ഥലങ്ങളിലേക്ക് പോയ മനുഷ്യർ, കുടിയേറ്റം ലോകത്ത് വലിയൊരു പ്രശ്നമായി മാറുന്ന കാലമാണ്. ഒരു രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകൾ, അവിടെയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറ്റം ഉണ്ടാകുന്നത്? അതിന്റെ മൂല കാരണം അന്വേഷിച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരാവുകയും ജീവിക്കുന്ന രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുകയും അവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ ദുർബലമാക്കുകയും ചെയ്തപ്പോഴാണ് യൂറോപ്പിലേക്ക് മനുഷ്യർ സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതത്തിനു വേണ്ടി പോയത്. അല്ലാതെ അവരുടെ ജന്മനാട് ഇഷ്ടപ്പെടാനിട്ടല്ല. പല ആളുകളും വിചാരിക്കുന്നത് സൗകര്യങ്ങൾ കരുതിയിട്ട് പോയതാണ് എന്നാണ്. അല്ല, മറിച്ച് തങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോ, സമാധാനം നഷ്ടപ്പെട്ടപ്പോ അതിന്റെ കാരണമാരാണ്? ഇന്നിതൊക്കെ പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഓരോ രാജ്യങ്ങളിലും കടന്നുകയറി ആ രാജ്യങ്ങളുടെ സ്വസ്ഥത തകർത്തപ്പോ, പരസ്പരം തമ്മിലടിക്കുന്നതിലേക്ക് എത്തിച്ചപ്പോഴാണ് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അഭയാർത്ഥി കൂട്ടങ്ങൾ ഉണ്ടായത്. അവരുടെ മേൽ ബോംബുകൾ വീണപ്പോഴാണ് അവരുടെ കിടപ്പാടങ്ങൾ നഷ്ടമായത്. അപ്പോഴാണ് സ്വസ്ഥമായൊരു ജീവിത വ്യവസ്ഥിതി തേടി പല സ്ഥലങ്ങളിലേക്കും ചെന്നത്. കുടിയേറ്റം പ്രശ്നമാകുന്ന കാലത്ത് മനോഹരമായൊരു ചരിത്രമില്ലേ? മക്കയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഒരു വലിയ സംഘം മദീനയിലേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ വരുന്ന നേരത്തും അവിടെ മനോഹരമായൊരു മാതൃക കാണുകയാണ്. വന്ന മനുഷ്യരെ മുഴുവനും അവിടെ ഉണ്ടായിരുന്നവർ സ്വീകരിക്കുകയാണ്. വെറും സ്വീകരണമല്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നിങ്ങൾക്ക് കിടക്കാനുള്ള ഇടം, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി, നിങ്ങൾക്ക് ആവശ്യമായ ഇണകൾ, ഇതെല്ലാം തരാമെന്ന പാകത്തിലേക്ക് ഒരു സമൂഹത്തിന്റെ മനസ്സ്, ഒരു സമൂഹത്തിന്റെ ഹൃദയം വിശാലമായി മാറുകയാണ്. അവരെ കൈപിടിക്കുകയാണ്. അവരെ സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരന്മാരായി അവരെ കാണാതെ അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ എല്ലാ നന്മകളിലേക്കും കൂട്ടിയോജിപ്പിക്കുന്ന മനോഹരമായ ഒരു മദീനയുടെ ചിത്രം ലോകത്തെ എല്ലാ കാലത്തുമുള്ള ഭരണാധികാരികൾക്കുള്ള സന്ദേശമാണ്. പരസ്പരം ഹൃദയങ്ങളെ ചേർത്തു വെക്കാനുള്ള ആഹ്വാനമാണ്.
വർത്തമാനമാണ്, പരസ്പരം സഹായിക്കുവാനുള്ള വർത്തമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ലോക ചരിത്രത്തിലെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം പറയാൻ പറ്റുന്ന ഭാഗത്തിലുള്ള പ്രൗഢമായ ചരിത്രമുള്ള നേതാവ്, പറയാൻ പറ്റുന്ന ഉദ്ധരിക്കാൻ പറ്റുന്ന ഉദാഹരിക്കാൻ പറ്റുന്ന വാക്കുകളുള്ള ഉജ്ജ്വലമായ നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ ലോകത്തിന് സമ്മാനിച്ചത് നീതിയുടെ പാഠങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആൻ നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്തുള്ള വേദമാണ്, ന്യായം പറയുന്ന വേദമാണ്, മനുഷ്യരൊന്നാണ് എന്ന് പറയുന്ന വേദമാണ്. ഒരാളെ കൊല്ലുമ്പോൾ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മനുഷ്യരാശിയെ മുഴുവനും കൊന്നവനെ പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദമാണ്. ആ വേദം അല്ലാഹുവിന്റെ പ്രവാചകർ ലോകത്തിന് ഓതിത്തരുകയാണ്. പരിശുദ്ധ ഖുർആൻ തീവ്രവാദം പറയുന്ന വേദമല്ല, ഭീകരവാദം പറയുന്ന വേദമല്ല. ചില ആളുകൾ പലപ്പോഴെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാറില്ലേ, ഖുർആനിൽ ഇതര മതവിശ്വാസികളെ കൊല്ലാൻ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ആ വിചാരം തെറ്റാണ്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ തങ്ങളല്ലാത്ത മറ്റു വിശ്വാസങ്ങളിലുള്ളവരെ മുഴുവനും കൊല്ലണമെന്ന് പറയുമായിരുന്നെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കൂ. അറബ് നാടുകളിൽ എത്ര മനുഷ്യരാണ് അറബികളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജോലി ചെയ്യുന്നത്. മുസ്ലിം വിശ്വാസമില്ലാത്ത എത്ര മനുഷ്യരാണ് അറബികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നത്. ഈ ഖുർആൻ അവതരിച്ചത് അറബി ഭാഷയിലല്ലേ, അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നവർ അവരല്ലേ. എവിടെയെങ്കിലും നാം വായിച്ചിട്ടുണ്ടോ അവിടെ ചെന്നപ്പോ വിശ്വാസത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരാള്, എത്ര പ്രവാസികളാണ് നമ്മുടെ നാട്ടിലുള്ളത്, എത്ര പ്രവാസികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ കന്നം തേടി പോയിട്ടുള്ളത്. അവിടെ ഇതര മതവിശ്വാസികളെ കണ്ട സ്ഥലത്ത് വെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കാനോ ആണ് ഖുർആൻ ആഹ്വാനം ചെയ്തിരുന്നതെങ്കിൽ അറബ് വീടുകളിൽ, അറബികളുടെ കടകളിൽ, അറബ് രാജ്യങ്ങളിൽ മറ്റു വിശ്വാസികൾ ഉണ്ടാകുമായിരുന്നോ? തീർച്ചയായും ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് അത് വ്യാഖ്യാനിച്ചതിന്റെ, തെറ്റിദ്ധരിച്ചതിന്റെ, ആ ഖുർആനിക ആയത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ്. ആരെക്കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്? ഏതുപോലെ നാം ചില നിയമ പുസ്തകങ്ങൾ എടുക്കുന്നു, ആ പുസ്തകങ്ങളുടെ ഇടയിൽ ചില ശിക്ഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ശിക്ഷകൾ ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതല്ലേ, അല്ലാതെ അതിന്റെ ഇടയിൽ നിന്ന് കണ്ടോ എല്ലാവരെയും കൊല്ലാനാണ് പറയുന്നത്, കണ്ടോ എല്ലാവരെയും നശിപ്പിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നീതിയാവുക? ഒരാൾ മാർഷൽ ആർട്സ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കുന്നു, അതിന്റെ ഇടയിൽ ഒരാൾ തങ്ങളെ നേരിടാൻ വന്നാൽ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, എതിർഭാഗത്ത് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യണമെന്ന്, അയാളുടെ ഏതൊക്കെ ശാരീരിക ഭാഗങ്ങളിൽ മർദ്ദനമേൽപ്പിക്കണമെന്ന് അതിൽ പറയുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് കണ്ടോ എല്ലാവരെയും മർദ്ദിക്കാനാണ് പറയുന്നത്, എല്ലാവരെയും ശാരീരിക ഉന്മൂലനം ചെയ്യാനാണ് പറയുന്നത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചാൽ അതെങ്ങനെയാണ് നീതിയാവുക? അതുപോലെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അടരുകളിൽ നിന്ന് ചിലതൊക്കെ അടർത്തിയെടുത്തിട്ട് എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും കൊല്ലാൻ പറയുന്നു എന്ന് പറയുന്നവർ ശരിക്കും ഖുർആൻ അറിഞ്ഞവരല്ല. ലോകത്ത് ഇന്ന് വരെയുള്ള ഈ വ്യവസ്ഥിതിയെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയില്ല. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിനെ ഖുർആനിന്റെ ഒറിജിൻ, ഭാഷ അനുസരിക്കുന്ന ഭാഷ അവരുടെ ജീവിതമായിട്ടുള്ള, അത് അവരുടെ മദർ ടങ് ആയിട്ടുള്ള അറബികളായ ആളുകളുടെ ഇടയിൽ തന്നെ എല്ലാ വ്യത്യസ്ത മതവിഭാഗങ്ങളും ഒന്നിച്ചു ജീവിക്കുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വെളിച്ചത്തിൽ നിന്ന് മനുഷ്യരെ തടയുകയാണ്. ആ വെളിച്ചം ലോകത്ത് മനോഹരമായ ചില ചരിത്രങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വഴിയും വെളിച്ചവുമാണ്. ആ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്ന അധ്യായത്തിലെ 108 മുതൽ 115 വരെയുള്ള പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്ന അധ്യായത്തിലെ 8 ആയത്തുകൾ അവതരിച്ചത് ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണ് എന്ന് പറയാനാണ്. ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണ്. അയാൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അയാളെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. ആ മനുഷ്യന്റെ നിരപരാധിത്വം പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ കലാം
ലോകത്തോട് സംസാരിക്കുകയാണ്. എന്തായിരുന്നു ആ സംഭവം? നമ്മൾ ചരിത്രത്തെ മുന്നിൽ വെച്ച് വായിച്ചു നോക്കൂ. 8 ആയത്തുകൾ അവതരിക്കുന്നു. ഖുർആനിലെ ആയത്തുകൾ ഖിയാമത്ത് നാൾ വരെ, അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് പാരായണം ചെയ്യാൻ പാകത്തിൽ, പഠിക്കാൻ പാകത്തിൽ, അവസാന കാലം വരെയുള്ള മനുഷ്യർക്കുള്ള വേദത്തിലെ 8 ആയത്തുകൾ ജൂതനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം പറഞ്ഞു തരുകയാണ്. അവിടെയാണ് നമ്മൾ ചരിത്രം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അയാൾ നിരപരാധിയാണെന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയുമോ? മദീനയിലെ ഒരു വീട്ടിൽ ഒരു കളവ് നടന്നു. ആ കളവിന്റെ മോഷ്ടാവ് പിടിക്കപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോ കട്ട മുതൽ കൊണ്ടുപോയി അവിടുത്തെ ന്യൂനപക്ഷമായ ജൂതന്റെ വീട്ടിലേക്ക് ഉപേക്ഷിച്ചു. ജൂതനായ ഒരാളുടെ വീട്ടിലേക്ക് ഉപേക്ഷിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി അയാളാണ് തെറ്റുകാരൻ, സാഹചര്യ തെളിവുകളൊക്കെ അയാൾക്കെതിരാണ്, അയാളെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കലാം അവതരിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഈ പറയുന്ന ആളുകളുടെ ഉള്ളിൽ ചില പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട് നബിയെ. ആ ജൂതനായ മനുഷ്യൻ നിരപരാധിയാണ്, അയാളുടെ ന്യായമുണ്ട്, അയാളുടെ നീതിയുണ്ട്, അയാളുടെ അവകാശമുണ്ട്, അതിന്റെ പക്ഷത്തു നിൽക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുക്കുകയാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ജൂതന്മാർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുഹമ്മദ് നബി ഒരു തീരുമാനം പറയുക എന്ന് നോക്കി നിൽക്കുന്ന നേരത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിക്കുകയാണ്. ആ മനുഷ്യന്റെ നീതിയും ന്യായവും സംരക്ഷിക്കപ്പെടണം. പരിശുദ്ധമായ കലാം പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങളോട് സംവദിക്കുകയാണ്. അയാളുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് ഈ കേസിനെ വിധിക്കേണ്ടത്. അയാളിലാണ് നീതിയുള്ളത്, നന്മയുള്ളത്. ആലോചിച്ചു നോക്കൂ, ഏത് വേദത്തിലാണ്? അവസാന നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വേദത്തിലാണ് ജൂതനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം പറയാൻ 8 ആയത്തുകൾ അത് അവതരിച്ചിട്ടുള്ളത്. ഇസ്ലാമിലെ പല നിയമങ്ങളും പറയാൻ 1-2 ആയത്തുകളല്ലേ വന്നിട്ടുള്ളൂ. ചില രാത്രികൾ, ചില ദിവസങ്ങളെ പറയാൻ 1-2 വിഷയങ്ങളല്ലേ വന്നിട്ടുള്ളൂ. 8 ആയത്തുകളിലൂടെ സവിസ്തരം ഒരു വിഷയത്തിന്റെ നീതിയും ന്യായവും ഖുർആൻ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതായിരുന്നു പ്രവാചകരുടെ ജീവിതം, അതാണ് അവിടുന്ന് പ്രബോധനം ചെയ്ത ഖുർആനും. നീതിയുടെ പക്ഷത്തല്ലാതെ നിൽക്കാൻ കഴിയുകയില്ല. അവിടെയാണ് വീണ്ടും നമ്മൾ വായിക്കേണ്ടത്. മുസ്ലിം സഹോദരങ്ങൾ എല്ലാ കാലത്തും ഈ നീതിയുടെ പക്ഷത്തായിരുന്നു. ആ നീതിയുടെയും ന്യായത്തിന്റെയും നന്മകളെ മുഴുവനും പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ജൂത സമൂഹം, സയനിസ്റ്റ് ഭരണകൂടങ്ങൾ ഗസയുടെ മേൽ, ഫലസ്തീനിന്റെ മേൽ അനീതിയുടെ കെട്ടഴിച്ചു വിടുന്നത്. ചരിത്രത്തിൽ എവിടെയെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ ഭരണാധികാരികളോ അനീതിയോടെ ജൂത സമൂഹത്തോട് വർത്തിച്ച ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. എല്ലാ കാലത്തും അവർക്ക് അഭയം കൊടുത്തത്. സ്പെയിനിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്ന് ജൂതന്മാർ പുറത്താക്കപ്പെട്ട സമയമുണ്ടായിരുന്നു. ജൂതന്മാരെ കണ്ടാൽ അത് ശകുനമാണ് എന്ന് കരുതിയിരുന്ന സമയമുണ്ടായിരുന്നു. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ എടുക്കൂ, അതിലെ ക്രൂരനായ പലിശക്കാരൻ ഒരു ജൂതനാണ്. ഒരു സമയത്തിറങ്ങിയ ഇംഗ്ലീഷ് സാഹിത്യങ്ങളൊക്കെ വായിച്ചു നോക്കൂ, അതിലെ വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ്. ജൂതന്മാരെ വില്ലന്മാരായി തങ്ങളുടെ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരായി, ശകുനമുള്ളവരായി, അവർ ഈ രാജ്യത്ത് തുടരേണ്ടവരല്ല, അവരെ കുഷ്ഠങ്ങളായി കണ്ടിരുന്നതിൽ ഹിറ്റ്ലർ മുതൽ അങ്ങോട്ട് ചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികളുണ്ട്. ആ ലിസ്റ്റിലൊന്നും മുസ്ലിം ഭരണാധികാരികളില്ല. അവരെ പല രാജ്യങ്ങളിൽ നിന്നും മാട്ടിയോടിച്ച നേരമുണ്ട്. അഭയം കൊടുത്തത് മുസ്ലിങ്ങളാണ്. പക്ഷേ ചരിത്രത്തിന്റെ ഈ നീതികളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ടാണ് ലോകം കാണുന്ന ഏറ്റവും വലിയ നീതികേട് ഗസയിൽ പിറന്നുകൊണ്ടിരിക്കുന്നത്. ഗസയുടെ മുനമ്പിൽ പിടഞ്ഞു വീണു മരിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ, അതിൽ തന്നെ പട്ടിണി കിടന്ന് ഒരു മനുഷ്യന്റെ അവകാശങ്ങളൊക്കെയും നശിപ്പിക്കപ്പെട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ലഭിക്കാതെ ഈ ആധുനിക കാലത്ത് വഴിയിലൂടെ നടന്നു പോകുന്ന നായയ്ക്ക് പോലും അവകാശങ്ങളുണ്ട് എന്ന് സമരം ചെയ്യുന്ന മനുഷ്യരുടെ കാലത്തല്ലേ കോടിക്കണക്കിന് വരുന്ന കുഞ്ഞോമന മക്കൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചുമക്കൾ ഈ ലോകത്ത് കൊല്ലപ്പെടുന്നത്.
60,000-ത്തിലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് നമ്മുടെ ഈ ലോകത്തല്ലേ? അവിടെയാണ് നാം വീണ്ടും നീതിയുടെ പാഠങ്ങളെ വായിക്കേണ്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളെ വായിക്കേണ്ടത്. പ്രവാചകരുടെ യുദ്ധങ്ങളുടെ ഒരു ഭാഗം കാണാം. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അനുയായിയോട് പറയാനുണ്ടായിരുന്നത് അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ തൊടല്ല, അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആക്രമിക്കല്ല. അവരായുധമണിഞ്ഞ് നിങ്ങളെ ആക്രമിക്കാൻ വന്നാലല്ലാതെ കനീസകളിലിരിക്കുന്ന, ആരാധനാലയങ്ങളിലിരിക്കുന്ന, ആരാധനാ നിരതരായിരിക്കുന്ന മനുഷ്യരെ ആക്രമിക്കല്ല, കുഞ്ഞുങ്ങളെ ആക്രമിക്കല്ല, സ്ത്രീകളെ ആക്രമിക്കല്ല. വിശുദ്ധമായ യുദ്ധം, കൃത്യമായ മാനദണ്ഡങ്ങളുള്ള യുദ്ധമായിരുന്നല്ലോ. പ്രവാചകരുടെ യുദ്ധത്തിന് തന്നെ ഒരു നൈതികത ഉണ്ടായിരുന്നല്ലോ. നേരിൽ പോരാടാൻ വന്നവനെ അല്ലാതെ ആക്രമിക്കാൻ പാടില്ല. എത്ര മനോഹരമാണ് ചരിത്രം! പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ പഠിച്ച യോദ്ധാക്കൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. ബഹുമാനപ്പെട്ടവർ ഒരാളുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘനേരത്തെ പോരാട്ടം നടക്കുമ്പോൾ അയാൾ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഓടി ദൂരത്തേക്ക് പോയി. അയാളുടെ പിന്നാലെ പോയി. അയാൾ വീണ സമയത്ത് അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുമ്പോൾ അയാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്തേക്ക് തുപ്പൽ വീണു. ഉടനെ തന്റെ കയ്യിലുള്ള വാൾ ഉറയിലേക്ക് തിരിച്ചു നടന്നു വരികയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചോദ്യം വന്നു, അലിയെ, എത്ര നേരത്തെ അധ്വാനമാണിത്? എത്ര നേരത്തെ പോരാട്ടമാണിത്? എത്ര കഷ്ടപ്പെട്ടാണ് അലിയെ അയാളെ നിങ്ങൾ കീഴ്പ്പെടുത്തിയത്? അയാളെ കൊന്നുകളയാനുള്ള അവസാനത്തെ അവസരം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു? അയാളെ എന്തുകൊണ്ട് നിങ്ങൾ കൊന്നില്ല? ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നു. സ്വഹാബിമാരോട് പറഞ്ഞു, അറിയുമോ, ഞാൻ അയാളോട് യുദ്ധം ചെയ്തത് ധർമ്മത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്, സ്നേഹത്തിന് വേണ്ടിയാണ്, സൃഷ്ടാവിന് വേണ്ടിയാണ്. എന്നാൽ ഞാൻ അയാളെ പിന്തുടരുകയും അയാളുടെ ശരീരത്തേക്ക് ഞാൻ കയറിയിരിക്കുകയും ചെയ്യുന്നത് വരെ എന്റെ ഇന്റൻഷൻ അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അത് ദീനിന് വേണ്ടിയാണ്. എന്നാൽ അയാൾ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വ്യക്തി ചിന്ത കടന്നു വന്നുപോയി. അയാൾ എന്നെ തുപ്പിയല്ലോ, ആ സമയത്ത് ഞാൻ എന്റെ ആയുധം ഉപയോഗിച്ചാൽ അവിടെ എന്റെ വ്യക്തിപരമായ വൈരാഗ്യമാണോ അല്ല മതപരമായ ആശയമാണോ മുന്നിൽ നിൽക്കുക? എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അയാളെ കൊന്നാൽ അതെന്റെ വ്യക്തിപരമായ വിഷയമായി മാറും. അത് ധർമ്മയുദ്ധത്തിന്റെ ലിസ്റ്റിൽ പെടുന്നതല്ല. ഞാൻ അതുകൊണ്ട് എഴുന്നേറ്റു. എന്റെ അധ്വാനം എത്ര നേരമുണ്ടെങ്കിലും എന്റെ ഇന്റൻഷൻ കൃത്യമാണ്. പ്രവാചകരുടെ പാഠത്തിനനുസരിച്ചല്ലാതെ ഞാൻ ആയുധമണിയുകയില്ല, ഞാൻ ആയുധമെടുക്കുകയില്ല. സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ദുരിതത്തിലാക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചല്ല പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സംവിധാനവും അല്ല. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് മനുഷ്യരാശിക്ക് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അവിടെയാണ് പ്രവാചക ജീവിതത്തെ നമ്മൾ ലോകത്ത് വീണ്ടും വീണ്ടും വായിക്കേണ്ടത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ശത്രുക്കളുടെ അവകാശങ്ങളെ തടഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. അനാവശ്യമായ പ്രവാചക ജീവിതത്തിന്റെ മനോഹരമായ ഭാഗങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായ ഒരു വിഷയത്തിന്റെ പേരിൽ ദേഷ്യം പിടിച്ചതായി എനിക്ക് അറിയുകയില്ല. എന്നാൽ മതപരമായ ഒരു വിഷയം വരുമ്പോൾ പ്രവാചകർ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അത്ര വലിയ കാരുണ്യമായിരുന്നു. സ്വന്തത്തിലേക്ക് വരുമ്പോൾ ചീത്ത പറഞ്ഞ ആളുകളുണ്ട്, കൊല്ലാൻ ആയുധമെടുത്തു വന്നവരുണ്ട്, കൊച്ചാപ്പയെ കൊന്നുകളഞ്ഞവരുണ്ട്, നാടുകടത്തിയവരുണ്ട്. ആ മനുഷ്യരോടെല്ലാം മാപ്പ്, എല്ലാവർക്കും മാപ്പ്. മക്കം ഫത്ഹിന്റെ ദിവസം ലോക ചരിത്രത്തിലെ ഒരാൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സർവായുധങ്ങളുമായി സർവസന്നാഹങ്ങളുമായി നാടുകടത്തിയ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കൂടെയുണ്ട് അനുയായികൾ, എന്തിനും പോന്ന അനുയായികൾ. അവർ വരുമ്പോ അന്ന് മക്കയിൽ ബാക്കിയുള്ളതാരാണ്? തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ, തങ്ങളുടെ ജന്മനാട് വിട്ടു പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ചവർ, അത് പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ, തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിൽ അനുയായികളെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിയവർ, മരുഭൂമിയിൽ കിടത്തി വലിച്ചവർ, അവരെ കൊന്നുകളഞ്ഞവർ, പോയി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി താമസിക്കാൻ ഒരുങ്ങുമ്പോ അവിടെ ആയുധങ്ങളുമായി വന്നവർ, അതിന്റെ ഇടയിൽ ബന്ധങ്ങളെ നശിപ്പിച്ചു കളഞ്ഞവർ, ആ സമൂഹത്തിലേക്ക് മടങ്ങി വരുന്ന നേരത്താണ്, എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മക്കം ഫത്ഹിന്റെ മനോഹരമായ ദിവസം, മനുഷ്യ ചരിത്രത്തിലെ മനോഹരമായ ദിവസമാണ്.
പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി വന്ന പ്രവാചകനായിരുന്നില്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് തരുകയാണ് എല്ലാവർക്കും മാപ്പ്. കല്ലെറിഞ്ഞതിന്, കൂക്കി വിളിച്ചതിന്, നാടുകടത്തിയതിന്, കൊന്നുകളഞ്ഞതിന്, കൂടപ്പിറപ്പുകളെ ഇല്ലായ്മ ചെയ്തതിന്, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അതിനാ വീട് വളഞ്ഞതിന്, കൊല്ലാൻ ആയുധങ്ങളുമായി വന്നതിന്, മറ്റൊരിടത്ത് സ്വസ്ഥമായി ജീവിക്കുമ്പോൾ പോലും അവിടെ കടന്നു വന്നതിന്, അവിടെയുള്ള മനുഷ്യരെ കൊന്നുകളഞ്ഞതിന്, നിങ്ങൾ ചെയ്ത അപരാധങ്ങൾക്കെല്ലാം മാപ്പ് തരാമെന്ന് ചരിത്രത്തിൽ പ്രഖ്യാപിച്ച് മനുഷ്യാവകാശത്തിന്റെ ഉന്നതമായ പ്രഖ്യാപനമാണ് മക്കം ഫത്ഹിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മളെപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടത് ഈ പ്രവാചകരുടെ ജീവിതമാണ്. നമ്മൾ സഹിഷ്ണുതയുള്ളവരായി, സ്നേഹമുള്ളവരായി, പരസ്പരം യോജിപ്പിന്റെ അവകാശികളായി, യോജിപ്പിന്റെ ആശയമുള്ളവരായി വർത്തിക്കേണ്ട കാലമാണ്. ഒരാൾ നമ്മോട് തെറ്റു ചെയ്തു എന്നതിന്റെ പേരിൽ തിരിച്ചു തെറ്റു ചെയ്യണം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ടൊരാൾ തിന്മ ചെയ്തു, അതുകൊണ്ട് ഞാനും ഒരു തിന്മ ചെയ്യട്ടെ എന്ന ശൈലി ഇസ്ലാമികമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ തെരുവിൽ വന്നുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, ഇസ്ലാമിന്റെ ആശയങ്ങളെ മോശപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് തെറി പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ആ മനുഷ്യന്റെ വിശ്വാസത്തെയോ ആ മനുഷ്യന്റെ ആരാധനാമൂർത്തികളെയോ തെറി പറയാൻ അവകാശമുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മറിക്കൂ. അള്ളാഹുവിന്റെ കലാം നമ്മോട് പറയുന്നുണ്ട്, മറ്റൊരു മതത്തിന്റെ ആരാധനാമൂർത്തികളെ തെറി പറയാൻ പാടില്ല, മറ്റൊരു മതത്തിന്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം നമ്മെ പഠിപ്പിക്കുന്ന സംസ്കാരം എത്ര വലുതാണ്. മുഹമ്മദ് നബിയെ ഒരാൾ തെറി പറഞ്ഞതുകൊണ്ട് ഞാൻ അയാൾ ആരാധിക്കുന്നവരെയൊക്കെ തെറി പറയട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഖുർആനിന്റെ ശൈലിയല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ആ ആശയങ്ങൾക്ക് ആശയപരമായ തിന്മ കൊണ്ട് നേരിടുക എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടല്ല. ചിന്തിക്കാനാണ് മുസ്ലിം സമൂഹത്തോട്, ആലോചിക്കാൻ പറയുകയാണ്. ഒരാളെയും നന്മ കൊണ്ടല്ലാതെ തിന്മ കൊണ്ട് ഇടപെടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, പ്രതിരോധിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം നമ്മുടെ പ്രമാണമാണല്ലോ, ഖുർആൻ നമ്മുടെ ജീവിതമാണല്ലോ. ആ ജീവിതം ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുന്നില്ല. ആരുടെയും ആരാധ്യ വസ്തുക്കളെ തെറി പറയാൻ വിശ്വാസിയായ ഒരു മനുഷ്യന് അനുവാദം തന്നിട്ടില്ല. അതുമാത്രമല്ല, വ്യക്തിപരമായി തന്നെയാണെങ്കിലോ ഒരു മനുഷ്യൻ പ്രവാചക സന്നിധിയിലേക്ക് വരികയാണ്, കൂടെയുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമാശീലനായി അത് കേട്ടുകൊണ്ടിരുന്നു. പിന്നെയും തെറി പറഞ്ഞു, വീണ്ടും ക്ഷമാശീലനായി കേട്ടുകൊണ്ടിരുന്നു. മൂന്നാമത് അയാൾ തെറി പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ ഒരുങ്ങി. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖ്, ഇത്രയും നേരം നിങ്ങളെ അയാൾ തെറി പറയുമ്പോ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പാപമോചന പ്രാർത്ഥന നടത്തുകയായിരുന്നു. സിദ്ദീഖ്, നിങ്ങൾ അയാളോട് ഈ ശൈലിയിലല്ല ഇടപെടേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടാകും. സിദ്ദീഖ്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് സ്നേഹത്തോടെ തിരുത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതൊന്നും പ്രവാചകനോളം വരില്ലല്ലോ. നമ്മൾ പലരുമായി പിണങ്ങിയിട്ടുണ്ടാകാം. നിസ്സാരമായ കാര്യങ്ങൾക്കാണ് നമ്മുടെ പിണക്കങ്ങൾ. നമ്മുടെ കൊച്ചാപ്പയെ കൊന്നുകളഞ്ഞ ആളുകളില്ല, അവിടുത്തെ കരള് വലിച്ചു പുറത്തിട്ട് ചവച്ചു തുപ്പിയ ആളുകൾ ഇല്ല, നമ്മെ നാടുകടത്തിയവരില്ല, നമ്മുടെ വീടുകൾ കയ്യേറിയവരില്ല, നമ്മെ ഏതെങ്കിലും നിലയിൽ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ച ആയുധങ്ങളുമായി വന്നവരില്ല. ഇങ്ങനെ വന്ന ആളുകൾക്ക് വരെ പുറത്തു കൊടുത്തൊരു പ്രവാചകന്റെ അനുയായിയാണ് നമ്മൾ. ആ പ്രവാചകർ പുറത്തു കൊടുത്തത് ഏറ്റവും വലിയ തിന്മകളുമായി വന്ന മനുഷ്യർക്കാണ്. നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം. നമ്മോട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ പിണങ്ങിയ ആളുകൾ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം വിയോജിച്ചു പോയ ആളുകൾ, ദുനിയവിയായ ചില പിണക്കങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്ന ആളുകൾ, പരസ്പരം യോജിക്കാൻ കഴിയുമ്പോഴാണ് നാം ശരിയായ പ്രവാചകാധ്യാപനങ്ങളുടെ അനുയായിയായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോ പ്രവാചകരുടെ മറുപടിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, താഴെയുള്ളവരോട് മാന്യമായി പെരുമാറുക, മാതാപിതാക്കളോട് കരുണയോടെ വർത്തിക്കുക, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ അവരോട് നീ വളരെ മൃദുവായ ഇടപെടലുകൾ നടത്തുക. എന്നാൽ ജാബിർ, നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ അധ്യാപനങ്ങൾ എത്ര മനോഹരമാണ്. എല്ലാവരോടും മാന്യമായി പെരുമാറുക, സ്നേഹത്തിന്റെ രീതിയിൽ, സഹിഷ്ണുതയുടെ ശൈലിയിൽ എല്ലാവരോടും നന്മയോടെ വർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ അത് മതി എന്ന് പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിലുണ്ടാകുന്ന എല്ലാ വെറുപ്പിന്റെയും വിദ്വേഷങ്ങളുടെയും അസൂയയുടെയും ദുനിയാവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മോശം ചിന്തകളുണ്ടോ അതിനെ മുഴുവനും കടപുഴക്കുന്ന അധ്യാപനങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഹൃദയാന്തരങ്ങളിലുള്ള ഇരുട്ടിനെ നീക്കിക്കളയുകയാണ്. ആ ഇരുട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് കനീഭവിക്കാതെ ആ ഇരുട്ടിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് സ്വർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് നടത്തുകയാണ്. ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ മീലാദിന്റെ വേദിയിലാണ് നമ്മൾ ഉള്ളത്. എല്ലാ മനുഷ്യർക്കും ആ നബിയിൽ പാഠങ്ങളുണ്ട്. എല്ലാവർക്കും അവരിൽ മാതൃകയുണ്ട്. നിങ്ങൾ ഒരു കുട്ടിയാണോ? പ്രവാചകരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അൽ അമീൻ, സത്യസന്ധനായ മക്കയുടെ മലയിടുക്കുകളിൽ എല്ലാ തരത്തിലുമുള്ള അനാശ്വാസങ്ങളും നടക്കുന്ന കാലത്ത് വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ച് നാവ് കൊണ്ടുപോലും ഒരു കളങ്കമുള്ള വാക്കുവരാതെ ജീവിച്ച കുട്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു കൗമാരക്കാരനാണോ? സമൂഹത്തിന് സേവനം ചെയ്യുന്ന, വൃദ്ധയുടെ വിറക് കെട്ടെടുത്തു നടക്കുന്ന, മക്കയിൽ വരുന്ന മനുഷ്യർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആ പ്രത്യേകമായ കൂട്ടായ്മയിൽ അംഗമായ പ്രവാചകൻ. നിങ്ങൾ ഏതു മേഖലയിലാണെങ്കിലും നിങ്ങളൊരു അധ്യാപകനാണോ? തന്റെ കൂടെയുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രകാശമയമുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന പ്രവാചകർ. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ജിബ്രീൽ എന്ന അധ്യാപകന്റെ മുമ്പിൽ വളരെ സമൃദ്ധ, വളരെയേറെ ലാളിത്യത്തോടുകൂടി അറിവ് നുകരാനിരിക്കുന്ന വിദ്യാർത്ഥിയായ പ്രവാചകൻ. നിങ്ങളൊരു ഭർത്താവാണോ? ഏറ്റവും നല്ല സ്നേഹമസ്ത്രണമായ ഇടപെടലുകളുള്ള ഭർത്താവ്. നിങ്ങളൊരു പുത്രനാണെങ്കിൽ ഏറ്റവും സ്നേഹനിധിയായ ഒരു പുത്രൻ. നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ ഏറ്റവും മനോഹരമായി ഇടപെട്ട ഒരു പിതാവ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കാ മുക്കറമയിൽ പെൺകുഞ്ഞുങ്ങൾ പിറന്നു വീണാൽ അപമാനമായിരുന്ന കാലത്താണ് തോളിലേറ്റി കഅബാലയത്തിന്റെ അരികിലൂടെ നടന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സൈനബിനെ, അവിടുത്തെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ, അവിടുത്തെ പെൺമക്കളെ തോളിലേറ്റി മക്കയിലൂടെ നടക്കുന്ന കാലം പെൺകുഞ്ഞ് എന്ന് കേട്ടാൽ തല താഴ്ത്തുന്ന മനുഷ്യരുടെ കാലമായിരുന്നല്ലോ. അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്കൊരു പ്രവാചകനെ പഠിക്കുവാനുണ്ടോ, ഏതെല്ലാം ശൈലികളിൽ നിന്ന് വായിക്കുവാനുണ്ടോ, അവിടെയെല്ലാം അതുല്യനായ, ചരിത്രത്തിൽ സമാനമായ ഒരാളില്ല. ഉലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറത് നബി. മനോഹരമായ ആശയം. 1500 കൊല്ലങ്ങൾ കഴിയുമ്പോഴും ആ ആശയത്തിന് കുറവൊന്നും വന്നിട്ടില്ല. ആ ആശയം അനുസരിച്ചു ജീവിക്കുന്ന കോടാനകോടി മനുഷ്യരില്ലേ? അവരുടെ ചലനത്തിൽ, നിശ്ചലനത്തിൽ, ശ്വാസത്തിൽ, ശ്വാസോച്ഛ്വാസത്തിൽ എല്ലാ തരത്തിലും ആ പ്രവാചകൻ നിറഞ്ഞു നിൽക്കുന്നില്ലേ? കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ ആരാധനകളിൽ പ്രവാചക പ്രഭുവിന് സ്വലാത്ത് സലാമുകൾ അർപ്പിക്കുന്നില്ലേ? ആലോചിച്ചു നോക്കൂ. ഒരു പ്രതിമയില്ല, ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണമില്ല. കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിന് വെളിച്ചമാകുന്നു. 200 കോടിയോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവരിലെ തന്നെ വലിയൊരു വിഭാഗത്തെ തന്നെ എടുത്താൽ ആലോചിച്ചു നോക്കൂ. അവരെന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? അവരുടെ പ്രവാചകൻ മദ്യത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയത് കൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് വ്യഭിചരിക്കാത്തത്? പ്രവാചക തിരുമേനി അവരെ വിലക്കിയത് കൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് പലിശ കൊടുക്കാത്തത്? പ്രവാചകർ പലിശയിൽ നിന്ന് അവരെ തടഞ്ഞതുകൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് അക്രമം അഴിച്ചുവിടാത്തത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അന്യന്റെ അവകാശത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അത് അഭ്യസിപ്പിച്ചതുകൊണ്ടാണ്. ആ പ്രവാചക
പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ എത്രയാണ് ലോകത്തുള്ളത്. അവരുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിക്കുന്ന പ്രവാചകൻ ഹയ്യും ഫീ ഖുലൂബിന. ലോകത്തുള്ള പള്ളി മിനാരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന പേര് അതേത് രാജ്യത്താണെങ്കിലും. മിനിങ്ങാന്ന് ഞാൻ മസ്കറ്റിലെ ഗ്രാൻഡ് മോസ്കിലാണ് ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായി പണി കഴിപ്പിച്ച പള്ളി. അതിന്റെ കാർപ്പറ്റിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരു തയ്യല് പോലും ഇല്ലാതെ, ഒരു വെട്ടിമുറിക്കല് പോലും ഇല്ലാതെ ക്രെയിൻ സംവിധാനം ഉപയോഗിച്ച് ഒരൊറ്റ കാർപ്പറ്റാണ് ആ പള്ളി മുഴുവനും ഉള്ളത്. അത്ര മനോഹരമായി തിളങ്ങുന്ന കാർപ്പറ്റുള്ള പള്ളി. ആ പള്ളിയിൽ നിന്ന് ഇശാ ബാങ്ക് കാതിലെത്തിയ നേരത്ത് ആലോചിച്ചു പോയി, ഈ പള്ളി പണിഞ്ഞ ഭരണാധികാരിയുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് വിളിച്ചു പറയുന്ന പേര് അത് പ്രവാചകരുടെ പേരാണ്, ആ ഭരണാധികാരിയുടെ പേരല്ല. ലോകത്തങ്ങനെ എത്രയാണ് പള്ളി മിനാരങ്ങൾ ആ പ്രവാചകരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുല്യനായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലർക്കും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലാണ് സ്വാധീനം ചെലുത്താൻ കഴിയുക എങ്കിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ മേഖലകളിലും സ്വാധീനങ്ങളുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്ര. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖും ബിഫമി. ആ പ്രവാചകരുടെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുക, ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുക, പ്രവാചകരെ സ്നേഹിക്കുക. എന്നെ കേൾക്കുന്ന ഇതര മത സുഹൃത്തുക്കളോട് പ്രവാചകരെ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക, പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആ പ്രവാചക പ്രഭുവിലേക്ക് അടുക്കുവാൻ കഴിവതും നമ്മെ കൊണ്ട് കഴിയുന്നതൊക്കെയും ചെയ്യുക. അതിന്റെ ഭാഗമാണ് ഈ മീലാദ് ആഘോഷങ്ങളൊക്കെയും. ആ പ്രവാചകരിലേക്ക് ചേരാൻ, അവിടുത്തെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ. അതുപോലെ സമൂഹത്തിലെ പാവങ്ങളായ മനുഷ്യരെ പരിഗണിക്കുക, അവരെ സഹായിക്കുക. സമൂഹത്തിലെ പാവങ്ങളായ മനുഷ്യരെ കുറിച്ച് പ്രവാചകരുടെ കാഴ്ചപ്പാട് എന്താണ്? അനാഥരെ കുറിച്ച് കാഴ്ചപ്പാടില്ലേ? അഗതികളെ കുറിച്ച് കാഴ്ചപ്പാടില്ലേ? അവരെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിലൊപ്പമുണ്ടാകുമെന്നല്ലേ? നമ്മുടെ നാടുകളിൽ രോഗികളായ ആളുകളുണ്ട്, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രവാചകചര്യയാണ്, അവരെ സന്ദർശിക്കുന്നത് പ്രവാചകന്റെ മാതൃകയാണ്. നമ്മുടെ നാടുകളിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരില്ലേ, അവരുടെ വേദന അകറ്റി കൊടുക്കുക, പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക, അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുക. നാം എല്ലാവരും നല്ല മനുഷ്യരായി മാറുക. പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നത് മനുഷ്യത്വത്തിന്റെ മനോഹരമായ മൂല്യങ്ങളാണ്. തലേ രാത്രി വരെ കൊന്നുകളയാൻ വേണ്ടി കണ്ടയിടങ്ങളിലൊക്കെയും അപമാനത്തിന്റെ പാട്ടുപാടിയിരുന്ന ഒരാൾ, എല്ലാ സ്ഥലത്തും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശക്കാരനായി പറഞ്ഞ ഒരാൾ, പിറ്റേ ദിവസം മനസ്താപം വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മനോഹരമായ അറബി കവിയായിരുന്നു. അവരുടെ ഉപ്പ വലിയ കവിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വതസിദ്ധമായ അറബി ശൈലിയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേജോവധം ചെയ്തു. പറ്റിയ സ്ഥലങ്ങളിലൊക്കെയും മോശമായി അവതരിപ്പിച്ചു. അവസാനം ഇസ്ലാം അതിജയിച്ചു. ആ സമയത്താണ് പ്രിയപ്പെട്ട ഈ കാക്കയാകുന്ന കഅബ് എന്നവർക്ക് ബുജൈർ ഇബ്നു സുഹൈർ എന്ന സഹോദരൻ ഒരു കത്തെഴുതുന്നത്. പ്രിയപ്പെട്ട ഈ കാക്ക, നിങ്ങൾ വരൂ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്. എന്റെ പ്രവാചകൻ ബുജൈർ എന്നവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്തെല്ലാം കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിനെല്ലാം അപ്പുറം നിൽക്കുന്ന ഒരു കാരുണ്യമാണിത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യമാണ് ആ പ്രവാചകൻ. കത്തു കിട്ടിയപ്പോ അങ്ങനെയാണല്ലോ തിരുത്തേണ്ടത്. സ്നേഹ സന്തോഷങ്ങളോടെ തിരുത്തിയപ്പോ കഅബന്നവർ തിരിച്ചു വന്നു. കൊന്നുകളയാനാണ്, ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാളെ കണ്ടാൽ കൊന്നുകളയണമെന്ന തരത്തിലേക്ക് ശല്യം വർദ്ധിച്ച കാലമാണ്. ഒരു കരിമ്പടം പുതച്ച് അരണ്ട വെളിച്ചമുള്ള മദീന പള്ളിയുടെ ഉള്ളിലേക്കാണ് കടന്നു വന്നത്. അവിടെ സുബഹിന്റെ ജമാഅത്ത് നടക്കുമ്പോ തൊട്ടു പിന്നിൽ നമ്മുടെ നാടുകൾ പോലെ വലിയ വെളിച്ചമുള്ള കാലമല്ലല്ലോ. പള്ളിയുടെ മൂലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ ഒരു ശരാന്തലിൽ നിന്നുള്ള വെളിച്ചം മാത്രമുള്ള കാലം. പ്രവാചകരുടെ അരികിലിരുന്നു, കരിമ്പടം പുതച്ചുകൊണ്ടുവന്ന അരികിലിരുന്നു. സലാം വീട്ടിയ ഉടനെ കൈ പിടിച്ചു. പ്രവാചകരെ, മാപ്പു തരാൻ കഴിയുമോ?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാപ്പ് തരാം, ആരാണെങ്കിലും മാപ്പ് തരാം. അപ്പോഴും അവിടുത്തെ ഹൃദയത്തിനൊരു സമാധാനവും ഉണ്ടായില്ല. പ്രവാചകരെ, എനിക്ക് മാപ്പ് തരുമോ? അവിടുന്ന് വീണ്ടും പറഞ്ഞു, മാപ്പ് തരാം. ആ പ്രവാചകർ അങ്ങനെയായിരുന്നല്ലോ, മാപ്പ് തരാം എന്ന് പറയുമ്പോ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് കഅബ് വന്ന് കൈപിടിച്ചാൽ മാപ്പ് കൊടുക്കുമോ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഅബിനും മാപ്പ് തരാം. ഉടനെ തലയിലുണ്ടായിരുന്ന കരിമ്പടവും ധരിച്ച വസ്ത്രവും അഴിച്ചെടുത്തു. എന്നിട്ട് പാടാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ. സദസംബരന്നിരുന്നു. ഇന്നലെ വരെ ഏറ്റവും വലിയ പ്രതിയോഗി, ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചയാൾ തിരുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് പാടി, വൽ അഫ്വു ഇൻദ റസൂലില്ലാഹി മഅമൂലു ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദുൽ ലിസുയൂഫില്ലാഹി മസ്ലൂലു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹുവിന്റെ പ്രവാചകരുടെ കൈ പിടിച്ചുകൊണ്ട് പാടി മാപ്പ് കൊടുത്തു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പ് കൊണ്ട് അവരെ പുതപ്പിച്ചു കൊടുത്തു. ജീവിതകാലം മുഴുവൻ ആ പുതപ്പ് തന്റെ കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ഇത് അക്കാലത്തെ ചരിത്രം. വരൂ, ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരാളുണ്ട്, ജെറോം വാൻ ക്ലവറൻ എന്ന ഹോളണ്ടുകാരൻ. നിങ്ങൾ പലപ്പോഴും ആ പേര് കേട്ടിട്ടുണ്ടാവും. ഹോളണ്ടിലെ ഡച്ചുകാരനായ, ഹോളണ്ടിലെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായിരുന്ന ഏറ്റവും വലിയ ആന്റി ഇസ്ലാമിസ്റ്റുകളിൽ ഒരാൾ. അയാളുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, ഇസ്ലാം ഒരു വലിയ നുണയാണ്, ഖുർആൻ അതൊരു പോയിസനാണ് എന്ന് തുടങ്ങിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന, ലോകം കേട്ട വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ചില പ്രഭാഷണങ്ങൾ. ആ മനുഷ്യൻ കുറെ നാളുകൾക്ക് മുമ്പ് അയാളുടെ ഭാഷയും അയാളുടെ പ്രസംഗങ്ങളും ഒക്കെ അവസാനിച്ചു. ഒരിക്കൽ അയാൾ അവിചാരിതമായി പ്രവാചകരെ വായിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ കുറെ നാളത്തേക്ക് ഈ മനുഷ്യൻ പ്രസംഗങ്ങളില്ല. അവസാനം അയാളെ കാണുന്നത്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, 976 അയാൾ ജനിച്ചത്. പിന്നീട് അയാളെ കാണുന്നത് മദീന മുനവ്വറയുടെ ചാരത്താണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീന പള്ളിയുടെ പച്ചത്താഴിക കുടങ്ങൾക്ക് താഴെ വന്നു നിന്ന് ഹൃദയം പൊട്ടി സലാം പറയുകയാണ്. അഫ്വൻ ലക യാ റസൂലല്ലാഹ്. പ്രവാചകരോട് മാപ്പ് പറയുകയാണ്, എനിക്ക് തെറ്റിയതാണ് നബിയെ, ഞാൻ അങ്ങേ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇതാ മാപ്പ് പറയാൻ വന്നതാണ് നബിയെ, എനിക്ക് മാപ്പാക്കി തരണം നബിയെ. ആ മനുഷ്യൻ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആശയങ്ങളിലേക്ക് കടന്നു വന്നു. പ്രവാചകർ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിച്ചു. ഇന്നും ജീവിച്ചിരിപ്പുള്ളയാൾ. ഇസ്ലാമിന്റെ വിരോധികളായി വന്ന പല ആളുകളും, അല്ലാഹുവിന്റെ പ്രവാചകനെ നിരൂപിക്കാൻ പുസ്തകം എഴുതിയ പല മനുഷ്യരും പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ അറിയുക. മാർട്ടിൻ ലിങ്ക്സ് എന്ന മനുഷ്യന് നബി തങ്ങളെ കുറിച്ച് മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഈ മാർട്ടിൻ ലിങ്ക്സ് ഒരു സാധാരണക്കാരനൊന്നുമല്ല. വെയിൽസിലെ രാജകുമാരൻ ആമുഖം എഴുതി കൊടുത്ത ഷേക്സ്പിയർ കൃതികളെ കുറിച്ച് അഗാധമായി പഠനം നടത്തിയ, മനോഹരമായ ഇംഗ്ലീഷ് ഭാഷ കൈവശമുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ഭാഷാ ചാതുരി വളരെ മനോഹരമാണ്. അത്ര മനോഹരമായി എഴുതുന്ന മനുഷ്യൻ മാർട്ടിൻ ലിങ്ക്സ് അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് മനോഹരമായി എഴുതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതുണ്ട്. ഞാൻ എന്നെ കേൾക്കുന്ന സമൂഹത്തോട് വായിക്കാൻ ആഹ്വാനിക്കുകയാണ്, വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. എത്രയാണ് ചരിത്രത്തിൽ നിന്ന് ആ നബിയെ വായിക്കാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ 1500 കൊല്ലത്തിന്റെ ഇടയിൽ ആ പേരു കേൾക്കാത്തൊരു ദിവസം ഈ പ്രപഞ്ചത്തിൽ കടന്നുപോയിട്ടില്ല. ആ ആശയം എപ്പോഴെങ്കിലും കെട്ടുപോയിട്ടില്ല. എല്ലാ കാലത്തും അതിനെ ഏറ്റെടുക്കാൻ ഇവിടെ ആളുകളുണ്ട്, അതിനെ കൊണ്ടു നടക്കാൻ ആളുകളുണ്ട്, അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിക്കാൻ ആളുകളുണ്ട്. പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, വിശ്വാസികളെ നമ്മൾ കൂടുതൽ പഠിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ പ്രവാചകൻ ആരാണ് എന്ന് നിഷ്പക്ഷമായി നിങ്ങൾ വായിച്ചു പഠിക്കുക. ആ പഠനങ്ങൾ അതിന് കാരണമാകട്ടെ ഇത്തരം വേദികൾ. അലക്സാണ്ടർ ജേക്കബ് എത്ര മനോഹരമായിട്ടാണ് പ്രവാചക അധ്യാപനങ്ങളെ പറഞ്ഞത്. അതിന്റെ അങ്ങും ഇങ്ങും ചരിത്രത്തിന്റെ ചാരുതയുള്ള വർത്തമാനങ്ങളൊക്കെ ചേർത്ത് വെച്ചത് ആലോചിച്ചു നോക്കുക. അതെവിടെ നിന്നാണ്? വായിച്ചു തുറന്നു വായിച്ചെത്തിയപ്പോൾ കണ്ട പ്രവാചകർ. എന്നോട് സദസ്സിലിരുന്ന് 1-2 വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത
ഒരാളെ നേരിട്ട കഥ സംഭവമാണ് പറഞ്ഞത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകന് വേണ്ടി ഡിഫെൻഡ് ചെയ്തത് ഞാൻ ആലോചിച്ചു പോയി. കേരളത്തിന്റെ ജയിൽ DGP ആയിരുന്ന ഒരു മനുഷ്യൻ യൂട്യൂബിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചൊരു വിവരവുമില്ലാതെ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട്, നിന്റെ അധിക്ഷേപം നീ അവസാനിപ്പിക്കണം, നീ കരുതുന്നയാളല്ല മുഹമ്മദ് നബി എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറിയ പ്രവാചകർ എത്രയാണ്, ആ പ്രവാചകരുടെ ജീവിതം എത്ര വലുതാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബിയെ വായിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ തിന്മകളെയും ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നടത്താൻ ഏറ്റവും വലിയ പാഠമുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലാണ്. നമ്മുടെ നാട് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകളുടെ നാടാണ്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകളുടെ മൽഹറുൽ അത്തം എന്ന മൗലിദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവിടുത്തെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രൗഢമായ അറബിയിൽ രചിച്ച മൗലിദിന്റെ കിതാബുണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ഖബർ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്ന മനോഹരമായ മൗലിദിന്റെ കാഴ്ചകൾ നമ്മൾ ആദ്യം വായിച്ചത് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ കിട്ടും. ഓരോ രാജ്യത്ത് നടന്ന മൗലിദ് ഗാദറിംഗ് സദസ്സുകളുടെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. മനുഷ്യർ മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെയും മീലാദിന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ നെറ്റൊന്നും ഇല്ലാത്ത കാലത്തല്ലേ മലിക്കുൽ മുളഫർ, ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻ ധർമ്മിഷ്ഠന. എന്നിട്ട് മലിക്കുൽ മുളഫർ എന്ന രാജാവ് നടത്തിയ പ്രൗഢമായ മൗലിദിന്റെ ചടങ്ങുകൾ, അവിടെ പൊരിച്ച കോഴികൾ, വെച്ച ആടുകൾ തുടങ്ങി വിതരണം ചെയ്ത മധുരങ്ങൾ, പലഹാരങ്ങളൊക്കെയും നമ്മൾ വായിച്ചത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ നിന്നല്ലേ. ആരായിരുന്നു ആ മലിക്കുൽ മുളഫർ? ചരിത്രത്തിലെ ധീരനായ രാജാക്കന്മാരിൽ ഒരാൾ. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് നമ്മുടെ മുൻഗാമികളെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരിയുടെ ഭർത്താവായിരുന്നു മലിക്കുൽ മുളഫർ എന്ന രാജാവ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരിയുടെ ഭർത്താവ് ആത്മീയമായി വലിയ ഔന്നിത്യമുള്ള മനുഷ്യനായിരുന്നു. തന്റെ സമ്പത്ത് കൊണ്ട് പുറം രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട മുസ്ലിങ്ങളെ മോചിപ്പിച്ചയാൾ. ആലോചിച്ചു നോക്കൂ, ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചന നായകനായിരുന്നു മലിക്കുൽ മുളഫർ. ഹിത്തീനിലെ പോരാട്ടത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്നു മലിക്കുൽ മുളഫർ. ചരിത്രത്തിന്റെ പ്രൗഢിയുള്ള പേരാണ് മലിക്കുൽ മുളഫർ. ആ മലിക്കുൽ മുളഫറിന്റെ മൗലിദും ആ ഒരു പേരും നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ഗ്രന്ഥങ്ങളിലൂടെയല്ലേ. ആ മലിക്കുൽ മുളഫർ നടത്തിയ പ്രൗഢമായ നബിദിനാഘോഷത്തെ നമ്മൾ അറിയുന്നത് ഉസ്താദിന്റെ രചനയിലല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ നാട്ടുകാരായി ജീവിക്കാൻ ഭാഗ്യം കിട്ടി അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നമുക്ക് ഒന്നിച്ചുകൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ മവാഹിബുൽ ജലിയ എന്നുള്ളത് മലയാളത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനാണ്. എത്ര മനുഷ്യരുടെ ഉള്ളിലാണ് അത് ആത്മീയത ഉണ്ടാക്കിയത്. അൽ മവാഹിബുൽ ജലിയയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെയും അതിന്റെ രചയിതാക്കളെയും പറയണമെങ്കിൽ തന്നെ എത്ര സമയങ്ങൾ വേണം? ആയിരക്കണക്കിന്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഉള്ള കാലത്തല്ലല്ലോ. ഓരോ വിഷയത്തിന്റെ താഴെയും ഇതേത് ഗ്രന്ഥത്തിലാണ്, ഇതേത് കിതാബിലാണ്, ഇതിന്റെ മുസന്നിഫാരാണ്, അല്ലെങ്കിൽ അത് എത്രാമത്തെ പേജിലാണ്, എത്ര കൃത്യമായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ ഇഹ്യാ കേരളത്തിന്റെ ആത്മീയ ഹൃദയത്തിലേക്ക് സമ്മാനിച്ച നാം കേരളീയ മുസ്ലിം സമൂഹം മറക്കാൻ പാടില്ലാത്ത പേരാണ്. ഇപ്പോഴും ഖബറെന്നു കേട്ടാൽ എന്ന വരികൾ കേൾക്കുന്നത് നമ്മുടെ കാതുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അത്ര മനോഹരമായി എഴുതി തന്ന ഉസ്താദ് അവർകൾ അല്ലാഹു അവിടുത്തേക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.